Krishna's color key. Let's talk, let's chat, and let's enjoy. ഹായ് ഓൾ ഓഫ് യു, എല്ലാവർക്കും കൃഷ്ണാസ് കോളേജിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യത്തെ കൃഷ്ണാസ് കോളേജിൽ വന്ന് ഒരു ഉത്തരം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, അപ്പോൾ അത് ഇപ്പോൾ പറയാം. പുന്നല്ലിൻ അവിലോ പൂവൻ കനിയോ, പൂവൻ കനി എന്താണെന്ന് ഞാൻ ചോദിച്ചു. അപ്പം ആക്ച്വലി ആരും അങ്ങനെ എന്താ പറയുക കമൻറ്റ് ബോക്സിൽ ഒന്നൊന്നും ടൈപ്പ് ചെയ്യുന്നൊന്നുമില്ല. അപ്പം നിങ്ങൾ ഇപ്പോൾ ഡോക്ടർ ബിജു ആണ് ഉത്തരം തന്നിരിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ ബിജു മാത്രമേ ഉള്ളൂ തോന്നുന്നു സാഹിത്യകാരനായിട്ട് ഇതിൻ്റെ ഉത്തരം നൽകാനായിട്ട്. മറ്റുള്ളവരാരും അതിന് മറുപടി തരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് സമ്മാനം വേണമെങ്കിൽ നിങ്ങൾ ഇതിന് എന്തെങ്കിലും ഒന്ന് എഴുതി അയയ്ക്കുക. അപ്പോൾ പൂവൻ കനി എന്ന് പറഞ്ഞാൽ പൂവൻ പഴമാണോ, പൂവൻ പഴം എന്നാണ് കേട്ടോ. കനി എന്ന് പറഞ്ഞാൽ പഴം എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, അപ്പം ഡോക്ടർ ബിജുവിന് തന്നെയാണ് ഇപ്രാവശ്യം സമ്മാനം കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മോഹൻലാലിൻ്റെ ദേവാസുരം മൂവിയെക്കുറിച്ച് പറഞ്ഞു. അതിലെ ഒരു സോങ്ങിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ടായല്ലോ. അപ്പോൾ അത് എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ മ്യൂസിക്കാണ്. അപ്പോൾ ചിലരെയൊക്കെ ഞാൻ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ചിലരെയൊക്കെ ഞാൻ സാറെന്ന് വിളിക്കും, ചിലരൊക്കെ ചിലരെയൊന്നും എനിക്ക് നേരിട്ട് പരിചയമില്ല. നമ്മൾ ഈ സിനിമ വ്ലോഗും ഇതൊക്കെ കണ്ടിട്ടുള്ള പരിചയമുള്ളൂ. എം ജി രാധാകൃഷ്ണൻ സാർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട സാറാണ്. കാര്യം സാറിൻ്റെ വൈഫ് പത്മജ ആൻറ്റിയാണ് ഞങ്ങളുടെ തിരുവാതിരയുടെയൊക്കെ ഡാൻസ് കമ്പോസ് ചെയ്ത് ഞങ്ങളെ പഠിപ്പിക്കുന്നതൊക്കെ. അപ്പം വിമൻസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ രാധാകൃഷ്ണൻ സാറിൻ്റെ വീട്ടിലേക്ക് സ്ഥിരം വിസിറ്റേഴ്സാണ് നമ്മളൊക്കെ. പിന്നെ സാറിൻ്റെ മോള് കാർത്തിക, അവർ എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെയാണ് പഠിച്ചിരുന്നതൊക്കെ. അപ്പോൾ ഞങ്ങളൊക്കെ നിർമ്മലൈറ്റ്സ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഇത് നമ്മൾ അതുകൊണ്ട് സാറിന് ഞാൻ വിളിക്കുന്നത്. ഇപ്പോൾ ചിലരെയൊക്കെ ഞാൻ വിളിച്ചല്ലോ, അത് പരിചയം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സാധാരണ എല്ലാവരും പറയുന്ന പോലെ ഞാനും പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നേരിട്ടുള്ള പരിചയം അല്ലെങ്കിൽ ഒരു അടുപ്പം അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് ഒരു സംസാരമെങ്കിലും ടോക്കെങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോഴേ നമുക്ക് അവരെ നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക മിസ്റ്റർ മിസ്സസ് എന്നൊക്കെ പറയുന്ന പോലെ സാറ് നമ്മളതിൽ ചേട്ടാ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് അഭിവന്ദനം ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ മ്യൂസിക്കായിരുന്നു. ഞാനത് പറയാൻ വിട്ടുപോയി. അതിൽ തന്നെ ഒരു വരിയുണ്ട്, സെയിം സോങ്ങാണ് ഞാൻ പറയുന്നത്. മനസ്സിൻ്റെ നിർവേദ മുഖരാഗമേ അറിയാതെ നീ മാറി ഗാന്ധാരമായി. അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ പറഞ്ഞാൽ ഒരെണ്ണം നിങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടുവന്നേ പറ്റും. മനസ്സിൻ്റെ നിർവേദ മുഖരാഗമേ, നിർവേദം എന്താണ് എന്നാണ് എൻ്റെ ചോദ്യം. മുഖരാഗം എന്ന് പറഞ്ഞാൽ മുഖത്തിൻ്റെ നിറം. പിന്നെ ഗാന്ധാരം ഞാനിപ്പോൾ ഇതുവരെ കണ്ടുപിടിച്ചതിന് സിന്ദൂരമാകാനാണ് സാധ്യത. അപ്പം കവി ഉദ്ദേശിക്കുന്നത് അതാണോ എന്നുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അല്ല ഇനി ഗാന്ധാരത്തിന് മറ്റേതെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ അതും പറയാം. അപ്പം നിർവേദം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഫുൾ കംപ്ലീറ്റ് ആ പാട്ടിൻ്റെ വരികളുടെ മീനിങ് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം നിങ്ങൾ കണ്ടുപിടിക്കേണ്ട നിർവേദം എന്താണ്. ഓക്കെ, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു കുടുംബങ്ങളെല്ലാം ഒരുമിച്ച് താമസിച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ തല്ലിക്കൊല്ലും. കാര്യം ഇപ്പോൾ എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് പോയി ജീവിക്കാനാണ് ഇഷ്ടം. കാരണം എല്ലാവർക്കും അവരവരുടെ സ്പേസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ എന്തുകൊണ്ട് കുടുംബമായിട്ട് ഒരുമിച്ച് താമസിക്കുമ്പോൾ പ്രശ്നങ്ങൾ വരുന്നു അല്ലേ? പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണല്ലോ നമ്മൾ മാറി താമസിക്കുന്നത്. അതിൻ്റെ മെയിൻ കാരണം നമ്മൾ വേറൊരാളെയും യൂസ് ചെയ്യണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഹാപ്പിനെസ് കിട്ടും. അത് പറഞ്ഞല്ലേ ഈഗോ, അതായത് അവർക്ക് കൂടുതൽ എനിക്ക് കുറവ്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും വേണം അവർക്ക് ഇത്രയും വേണം, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലില്ലെങ്കിൽ അയ്യോ എനിക്ക് എൻ്റെ ചേട്ടനുണ്ട് ചേച്ചിയുണ്ട് എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ അമ്മയുണ്ട് അച്ഛനുണ്ട് എനിക്കിവിടെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കുടുംബത്തിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്തായാലും നമ്മുടെ സ്പേസ് അന്വേഷിച്ച് പുറത്തേക്ക് മാറുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് മാറുന്നതല്ല മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരുമിച്ച് തിരിച്ചും വരാനും പല ഒക്കേഷനിലും ഒരുമിക്കാനും കഴിഞ്ഞാൽ അത് ശരിക്കും നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദമാണ്. ആനന്ദം മിസ് ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ശരി, ബൈ ബൈ. Krishna's color key. Let's talk, let's chat, and let's enjoy.